സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ നാടുകാണി ചുരത്തിനുള്ളത് ഏകദേശം അതിൻ്റെ ഒരു പകുതി എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഭാഗം കേരളത്തിനാണ്, പകുതി തമിഴ്നാട്ടിനാണെന്നാണ് പറയുന്നത്. ഇത് നല്ലൊരു കാഴ്ച കേട്ടോ, അവിടെ നിന്ന് കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇവിടെ കാണാൻ. അപ്പം എൻ്റെ സുഹൃത്ത് ഇത് ജോണട്ടൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് ഓൾട്ടോ കാറാണ്. ഇപ്പോൾ ഒരു കാറ് വാങ്ങിച്ചിട്ടുണ്ട്, പുതിയൊരു കാറ് വാങ്ങിച്ചിട്ടുണ്ട്. എക്സ്റ്റർ. എന്ത് എക്സ്റ്ററാണ്? ഹുണ്ടായി എക്സ്റ്റർ എന്ന് പറഞ്ഞൊരു കാറ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാറിനെ പറ്റിയിട്ട് ഒന്ന് കാറിൽ യാത്ര ചെയ്തിട്ടോ ഞാൻ. ഇതിന് റൂഫൊക്കെ ഉണ്ട്, റൂഫൊക്കെ മാറ്റിയിട്ട് നമുക്ക് മുകളിൽ നിന്നൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കാഴ്ചകൾ കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ജോണാട്ടൻ്റെ ഈ ഒരു കാറിനെ പറ്റിയിട്ട് ഒരു റിവ്യൂ എടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു വീഡിയോ അതിനെ പറ്റി എടുക്കണമെന്നൊരു ആഗ്രഹം. അപ്പോൾ ജോണാട്ടാ, നിങ്ങൾ പുതിയൊരു കാറൊക്കെ വാങ്ങിച്ച് ഹുണ്ടായി എക്സ്റ്റർ അല്ലേ? അതെ, SX. അപ്പോൾ K11 CA 6552 ഈ നമ്പർ നിങ്ങളെ ഇഷ്ടത്തിന് വാങ്ങിച്ച നമ്പറാണല്ലോ? അല്ലെങ്കിൽ അല്ല, കമ്പനി തന്നെ നമുക്ക് തന്നിരിക്കുന്ന നമ്പറാണ്. എന്താണ് നിങ്ങൾ വാങ്ങിയപ്പോൾ തന്നെ അവർ തന്നത് നമ്പറാണ്. എത്ര കാലമായി നിങ്ങൾ ഈ വണ്ടി വാങ്ങിച്ചിട്ട്? ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. 1 വർഷം. കുറേ കാലമായി നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത് ഈ വണ്ടിയിൽ യാത്ര ചെയ്യാൻ, പക്ഷെ പറ്റുന്നില്ല, ഒരുപാട് തിരക്കിലായി പോയി. ഒരുപാട് യാത്ര ചെയ്യുന്നതുകൊണ്ട് സമയവും കിട്ടുന്നില്ല. ബാംഗ്ലൂരും പിന്നെ കോയമ്പത്തൂരും കുറേ യാത്ര ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വണ്ടി സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അനുഭവം? സുഖമാണ്, യാത്രയും നമുക്ക് യാത്രാക്ഷീണം ഇല്ല, നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ കംഫർട്ടാണ്. ഒരു 6 എയർ ബാഗ്സ് ആണ് നമ്മളെ ഏറ്റവും വലിയ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ അപകടം പറ്റുമോ എന്നല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മറ്റ് വാഹനത്തിനൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്കിത് തോന്നിയത്. നേരത്തെ ഉണ്ടായിരുന്ന വാഹനത്തിനൊന്നും ഇത്ര എയർ ബാഗ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മുടെ ഫാമിലി കുറച്ച് സെക്യൂർ ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ 1 വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ ഓടി? അപ്പോൾ 1 വർഷം കൊണ്ട് ഏകദേശം 20,000 കിലോമീറ്റർ ഓടി. അടിപൊളി. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയി? ഞാൻ ഒരു 6 പ്രാവശ്യം ബാംഗ്ലൂർ, ഒരു 3 പ്രാവശ്യം കോയമ്പത്തൂർ, ഒരു പ്രാവശ്യം പിന്നെ മംഗലാപുരം, അത്രയും പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ ചെറിയ ബിസിനസ് കോൺട്രാക്ട് വർക്കൊക്കെ ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ടും ഞാനിങ്ങനെ വണ്ടി എടുത്ത് തന്നെയാണ് പോകുന്നത്. കുഴപ്പമില്ല. നമുക്ക് മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് പോകുന്ന സമയത്ത് 24 ഏകദേശം കിട്ടുന്നുണ്ട്. അല്ലാത്തപ്പോൾ ഒരു 16-18 നമുക്ക് സാധാരണ കിട്ടുന്നത്. അങ്ങനെ റൂഫൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇങ്ങനെയൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാം. ഇങ്ങനെ പോകാറുണ്ടോ മക്കളെ കൂടെ? മക്കൾക്ക് ഇത് ഭയങ്കര കാര്യമാണ്. പക്ഷെ നമ്മൾ മെയിനായിട്ടുള്ള റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. പിന്നെ ചെറിയ റോഡുകളിൽ പോകുമ്പോൾ വണ്ടിയുടെ ഹൈറ്റ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് അവരുടെ തല മരത്തിലൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു മക്കളെ കയറ്റി പോകുന്നവർ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ചെറിയ റോഡുകളിൽ പോകുമ്പോൾ അവരുടെ സേഫ്റ്റിയും കൂടി നോക്കണം. നമ്മൾ സന്തോഷം മാത്രമല്ല, നമ്മുടെ സുരക്ഷയും കൂടി നിർബന്ധമാണ് ഈ വാഹനം പോകുന്ന സമയത്ത്. പിന്നെ സീറ്റ് ബെൽറ്റ് ഞങ്ങൾ 4 പേര് പോകുമ്പോൾ, ഭാര്യയും ഞാനും മക്കളും പോകുമ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടും. 5ാമത്തെ ഒരാൾക്കുള്ള സീറ്റ് ബെൽറ്റ് നടുക്കുള്ളുണ്ട്. അതുകൊണ്ട് 5 പേരാണ് ഞങ്ങൾ യാത്ര. നല്ലപോലെ ഇഷ്ടംപോലെ സ്റ്റോറേജ് ഉണ്ട് ഇതിനകത്ത്. ശരി, വേണമെങ്കിൽ നമുക്ക് ഇത് റിമൂവ് ചെയ്യാം. ഇത് മാറ്റി കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റ് ഉള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊള്ളിക്കാൻ പറ്റും. പിന്നെ അത്യാവശ്യം പിന്നെ 2-3 ഫാമിലിക്ക് കൊണ്ടുപോകാൻ എല്ലാ ലഗേജുകളും. അതായത് ഇപ്പം വണ്ടി വാങ്ങിച്ചതിന്റെ വക എപ്പോഴാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. അപ്പോൾ ഒരു മധുരക്കായിട്ട് വന്നത് ജോട്ടതാ പൈനാപ്പിള്. ഇനി എന്റെ ഉൾഭാഗം ഒന്നും കാണിക്കാൻ പറ്റുമോ? ഉൾഭാഗം കാണാലോ. ഇതാ നല്ല കാലും കൈയൊക്കെ വലിപ്പമുള്ളവർക്കൊക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. കാല് വെക്കാനൊക്കെ വലുതായിട്ട് സീറ്റ് പരമാവധി അഡ്ജസ്റ്റ് ആയി കിട്ടും. ഈ ഡ്രൈവർ സീറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്ക് സീറ്റ് പൊങ്ങി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പൊക്കാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ സുഖമായിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ ഇതെന്താണ് ഇവിടെ? ഇതില് നമുക്ക് പുറകിലും കൂടി AC കിട്ടുന്ന സിസ്റ്റം ആണിത്. 2 പുറകിലുള്ളവർക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ള സംവിധാനം ഉണ്ട്. പിന്നെ പുറകിൽ ചാർജിങ്ങിന്റെ പോയിന്റും ഉണ്ട്. അപ്പൊ പുറകിലുള്ളവർക്ക് പ്രത്യേകിച്ചിട്ട് സാധാരണ വണ്ടിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കാറ്റ് കിട്ടുന്നില്ല, AC കിട്ടുന്നില്ല എന്നാ. പക്ഷെ ഇതിന് ആ പ്രശ്നമില്ല, നല്ല രീതിയിൽ അതൊക്കെ കിട്ടും. പിന്നെ റൂഫിൽ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, മുന്നിൽ ഒരു ലൈറ്റ് ഉണ്ട് അല്ലേ? അതെ, ഇത് ഫുൾ ഓപ്ഷൻ അല്ല വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ കുറച്ചും കൂടി സൗകര്യമുണ്ട്. പക്ഷെ ഒരു 2-2.5 ലക്ഷം രൂപ അധികം കൊടുക്കേണ്ടി വരും. ഇവിടെ അങ്ങനെ ചെറിയ അറകളൊക്കെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി എന്റെ മുൻഭാഗം ഒന്ന് കാണിക്കാം. ശരി. ഇതാണ് മുൻഭാഗം അല്ലേ? ഇതാണ് മുൻഭാഗം. ഇതിൽ
സ്ക്രീന് നല്ലൊരു സ്ക്രീൻ ഉണ്ട് നമുക്ക്. ഇതാണ് ഫ്രണ്ട് ഭാഗം അല്ലേ? ഫ്രണ്ട് ഭാഗം വലിയൊരു ക്യാമറയാണ്. അത്യാവശ്യമുള്ള എല്ലാ സംഗതികളും ഇതിനകത്ത് കിട്ടും. AC യും അതുപോലെ തന്നെ ചാർജിങ് പോയിന്റുകൾ മുമ്പിൽ ഒരു 3 എണ്ണം ഉണ്ട്. 2 എണ്ണം ഹൈ സ്പീഡാണ്. 2 ഹൈ സ്പീഡ് ചാർജിങ്. ഹൈ സ്പീഡാണല്ലേ? അതെ 2 ഹൈ സ്പീഡ് ചാർജറിങ് ആണ്. പിന്നെയുള്ള പ്രത്യേകത 5 എയർ ബാഗ്സ് പറഞ്ഞ പോലെ ഫ്രണ്ടിൽ നന്നായിട്ട് ഇതിൽ എയർ ബാഗ്സ് ഉണ്ട്, സൈഡിലുണ്ട് എയർ ബാഗ്സ്. ഫുഡ് ഫേസ് നല്ലപോലെ ഉണ്ട്, ഇഷ്ടംപോലെ. നമ്മളെ വിവരണങ്ങൾ കേൾക്കാൻ വേറെ ചങ്ങായി പുറത്ത് നോക്കി കണ്ടത്. അതെ, നമ്മളെ വണ്ടി കണ്ടിട്ടാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാൻ വേണ്ടി നോക്കുകയാണോ അറിയില്ല. ഓക്കെ, അതാണ് റൂഫിന്റെ സിസ്റ്റം ഇവിടെ ഉള്ളത്. അപ്പൊ ഞാൻ റൂഫിലൊന്ന് കയറിക്കോട്ടെ? ഓ കയറാലോ, സൂപ്പറായിട്ട് കയറാം. റൂഫ് ഒന്ന് തുറക്കാമോ? റൂഫ് തുറക്കുന്നത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. റൂഫ് തുറന്നു, ഞാൻ പുറത്തേക്ക് കയറുന്നു. ഇതാണ് സുഹൃത്തുക്കളെ റൂഫിലെ കാഴ്ചകൾ കണ്ടല്ലേ? ഒരു സജഷനും കൂടെ ഉണ്ട്, നമ്പർ. ഇതാണ് റൂഫിൽ നിന്നുള്ള കാഴ്ച. ഇത് മുന്നോട്ടുള്ള കാഴ്ചയാണ്. ഇത് റൂഫിൽ നിന്ന് പിന്നിലേക്കുള്ള കാഴ്ചയാണ്. ഇതാ ഇവിടെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ജോണേട്ടൻ്റെ കാറ് എന്ന സങ്കല്പം ഇത് കുറേ കാലമായിരുന്നു ഇങ്ങനെയുടെ ആഗ്രഹമായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ഞാനിങ്ങനെ കാറൊക്കെ എടുക്കുന്നുള്ളത്, പക്ഷെ എന്ന് എടുക്കുന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ യാഥാർത്ഥ്യമായപ്പോൾ ഞങ്ങൾക്ക് ഒരു സന്തോഷം. വണ്ടീന്റെ റിവ്യൂ പിടിച്ചോണ്ടിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് റൂഫിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്ന കാഴ്ചകൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ. മേലത്തെ ഇതാണ് ഈ റൂഫിൽ നിന്നുള്ള കാഴ്ച. ഇതിൻ്റെ പിൻഭാഗമാണ് പിടിക്കുന്നത്. ഇനി മുൻഭാഗത്തേക്ക് വേണമെങ്കിൽ നമുക്കിതാ ഇങ്ങനെ വെച്ചിട്ട് പിടിക്കാം. നല്ല കാഴ്ചയാണത്. നാടുകാണി ചുരത്തിന് മുകളിൽ കൂടെയുള്ള യാത്ര. ഇനി നമുക്ക് മുന്നിൽ നിന്നുള്ള കാഴ്ചതാ. നല്ല രസകരമായ രീതിയിൽ. ഹായ്, അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ, ഈ വണ്ടീനെ പറ്റിയുള്ള ഈ റിവ്യൂ, ഈ വിവരണം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.